ഞാനിട്ടല്ല, പക്ഷെ ജനം പറയുമായിരുന്നു കൊല്ലത്ത് യേശുദാസിനെ പോലെ പാടുന്ന ഒരാളുണ്ട് എന്ന് പറഞ്ഞാണ് അത് അങ്ങനെ ആയത്. തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു, അച്ഛനും അച്ഛൻ്റെ അച്ഛനും ഒക്കെ ഡോക്ടർമാരായിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ചും 1930-40 കാലഘട്ടത്തിൽ ഈ ആതുര ശുശ്രൂഷ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും വെള്ള വസ്ത്രധാരികളായിരുന്നു. ഡോക്ടർമാർ, നഴ്സുമാർ, പാരാമെഡിക്കൽ സ്റ്റാഫ്, അറ്റൻഡർമാർ. അപ്പം ഞാൻ അപ്പൻ്റെ കൂടെ ചിലപ്പം എന്തെങ്കിലും പനിയോ അങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ നമ്മൾ മെഡിക്കൽ കോളേജിലൊക്കെ ചെല്ലുന്ന സമയത്ത്, അന്ന് മെഡിക്കൽ കോളേജുകളേ ഉള്ളൂ, ഇന്നത്തെ പോലെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളൊന്നും അധികം ഇല്ല, വല്ല ക്ലിനിക്കുകളൊക്കെ ഉള്ളൂ. 58 കാലമൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അന്നിങ്ങനെ മെഡിക്കൽ കോളേജും ജില്ലാ ആശുപത്രികളും ഒഴികെ അങ്ങനെ ആശുപത്രികൾ അധികമുള്ളൊരു കാലമല്ല. അപ്പോൾ അവിടെയൊക്കെ ചെല്ലുമ്പം എല്ലാ ഡോക്ടർമാരും വെള്ള പാൻറ്റും വെള്ള ഷർട്ടുമാണ്. അവർ വെള്ള ചെരുപ്പൊന്നും ഉള്ളവരല്ല, വെള്ള പാൻറ്റും വെള്ള ഷർട്ടും. നഴ്സുമാരാണെങ്കിലും ഇന്നത്തെ പോലെ അല്ല, അന്ന് ഫ്രോക്കായിരുന്നു എല്ലാവർക്കും, എന്നിട്ട് ലോങ് മറ്റേ സ്റ്റോക്കിങ്സ് ആയിരുന്നു. അപ്പോൾ എല്ലാ ഹോസ്പിറ്റലിലും നഴ്സുമാർ വെള്ളയായിരുന്നു. അറ്റൻഡർമാരെല്ലാം വെള്ള, ലിഫ്റ്റിനടുത്ത് നിൽക്കുന്നവരായാലും ഈ ട്രോളി തള്ളുന്നവരായാലും എല്ലാം വെള്ള വസ്ത്രധാരികളായിരുന്നു. അപ്പോൾ അങ്ങനെ ആയിരുന്നു മെഡിക്കൽ രംഗം. അപ്പോൾ അതുപോലെ ഫോളോ ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു എൻ്റെ ഫാദർ. അപ്പം ഞങ്ങൾക്കും അന്ന് മിക്ക സ്കൂളുകളിലും വെള്ള ഷർട്ടും കാക്കി നിക്കർ അല്ലെങ്കിൽ നീല നിക്കർ. ഇന്നത്തെ പോലെ വിവിധ തരം നിക്കറുകളൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ പഠിച്ചിടത്തൊക്കെ കാക്കി നിക്കറായിരുന്നു. എനിക്ക് ആലപ്പുഴ ലിയോത്തട്ടിന് പഠിക്കുമ്പം വെള്ള ഷർട്ടും കാക്കി നിക്കറും. കൊല്ലത്ത് വന്നപ്പോൾ അത് നീല നിക്കറായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ 9th-ലും 10th-ലും സ്കൂൾ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ സ്കൂൾ സെക്രട്ടറിക്ക് വെള്ള ഷർട്ടും വെള്ള പാൻറ്റുമാണ്. അപ്പോൾ നമുക്കൊരു 14-15 വയസ്സേ ഉള്ളൂ. അപ്പം 9ാം ക്ലാസ് 10ാം ക്ലാസ്സിനൊക്കെ പഠിക്കുമ്പോൾ അപ്പോഴാണ് ഞാൻ യേശുദാസിനെ കാണുന്നത്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇദ്ദേഹം കംപ്ലീറ്റ് വെള്ളയാണ്, ചെരുപ്പും വാച്ചും കൂടെ വെള്ളയാണ്. തൊട്ട് അടുത്ത വീട്ടിൽ വരുമെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അത് വർഷത്തിലൊരു 2-3 പ്രാവശ്യം പുള്ളി വരും. കാരണം അന്ന് ഇത്ര തിരക്കുള്ള സമയമല്ല, വല്ലതും 10-25 സിനിമയൊക്കെ ഉള്ളൂ ഒരു വർഷം. ഇന്നിപ്പോൾ 150-170 ഒക്കെ ഉള്ള ഒരു രീതിയിലോട്ട് പോയി. അപ്പോൾ ഇത് അന്ന് വെള്ളച്ചെരുപ്പൊന്നും കിട്ടാൻ നമുക്ക് മാർഗ്ഗമില്ല, വെള്ള ഷർട്ടും പാൻറ്റും ഉണ്ട്. അപ്പോൾ അത് അപ്പൻ്റെ നിർബന്ധപ്രകാരം അത് കണ്ടിന്യൂ ചെയ്തു. പിന്നീട് എനിക്കൊന്ന് കോളേജിലൊക്കെ ആയപ്പോഴാണ് എൻ്റെ ചേട്ടനൊക്കെ അവരുടെ ഇഷ്ടത്തിന് ഡ്രസ്സൊക്കെ എടുക്കാൻ തുടങ്ങിയത്. അപ്പം ഞാനിതെൻ്റെ മനസ്സിൽ പിന്നെ കയറിയതുകൊണ്ട് ഞാനിത് കണ്ടിന്യൂ ചെയ്തു. ഇപ്പം 53 വർഷമായി ഞാൻ ഈ വെള്ള വസ്ത്രം ധരിക്കാൻ തുടങ്ങിയിട്ട്. ഒരിക്കലും അല്ല. കാരണം അത് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഫാദർ അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരുന്നെങ്കിൽ 100 വയസ്സ് കണ്ടേനെ. അപ്പോൾ യേശുദാസിന് 84 ആയുള്ളൂ. അപ്പോൾ യേശുദാസിനെ അദ്ദേഹം അനുകരിച്ചെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് ഞാൻ നിർബന്ധപൂർവ്വം പുള്ളി അത് കണ്ടിന്യൂ ചെയ്തു. ഞാനത് കണ്ടിന്യൂ ചെയ്തു. പിന്നീട് ദാസേട്ടനെ കണ്ടപ്പോൾ അത് ഉറപ്പിച്ചു ഞാൻ, ഇത് മതി. കാരണം ആ സ്റ്റേജിൽ ഞാൻ നേരത്തെ പറഞ്ഞു, സ്റ്റേജിൽ പുള്ളിയുടെ ഒരു അപ്പിയറൻസ് കണ്ടപ്പം എനിക്കും തോന്നി ഇത് കൊള്ളാമല്ലോ. കാരണം ഈ പല കൈലി പോലുള്ള ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ട് സ്റ്റേജിൽ നിൽക്കുന്നതിനേക്കാൾ ഒരു എലഗൻ്റാണ് നമ്മൾ ഒരു തൂവെള്ള വസ്ത്രത്തിലോ അല്ലെങ്കിൽ ഒരു ലൈറ്റ് കളറിലോ നിൽക്കുന്നത്. അതൊരു വേറിട്ട് നിൽക്കും. അതുകൊണ്ടാണ് അത് കണ്ടിന്യൂ ചെയ്തത്. അപ്പോൾ അത് പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ അങ്ങ് പൊക്കോട്ടെ, വീട്ടിലും ഒക്കെ അങ്ങനെ തന്നെ അങ്ങായി. അത് തന്നെയല്ല, ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കളറൊക്കെ ഇട്ട് നോക്കും. പക്ഷേ അപ്പോൾ എനിക്കിങ്ങോട്ട് എന്നെ തന്നെ പിടിക്കുന്നില്ല. കാരണം കണ്ണാടിയിൽ നോക്കുമ്പോൾ ഇത് ശരിയല്ല എന്ന് എനിക്ക് തന്നെ തോന്നിയിട്ട് ഞാൻ ഊരി കളഞ്ഞിട്ടുണ്ട്. എന്നാൽ ചിലപ്പോൾ ഈ വീഡിയോഗ്രാഫി വന്ന സമയത്ത് ഫോട്ടോഗ്രാഫർമാർ പറയും, സാറേ ഈ വെള്ളം ഒന്ന് മാറ്റാൻ പറ്റും. അപ്പോൾ ഞാൻ പറയും, അതാണ് എൻ്റെ ഐഡൻറ്റിറ്റി. എങ്ങോട്ട് കഴിഞ്ഞാലും ആൾക്കാർ അതേ മാർക്കോസ് പോകണമെന്ന് പറയും. അല്ല, അത് നമ്മൾ ഇതിനകത്ത് എടുക്കുമ്പോൾ ഇതിനകത്ത് കൂടുതൽ ഈ ലൈറ്റ് ഇതിലേക്ക് പോകും. അപ്പോൾ സാറിൻ്റെ മുഖം ഇരുണ്ടു പോകും. അപ്പോൾ ഈ മുഖം ഇരുളാതിരിക്കാനായിട്ട് അത്യാവശ്യം കളറൊക്കെ ഇച്ചിരി കോളറയിലൊക്കെ ഇപ്പം ഇടയ്ക്ക് വെക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ അതും വേണ്ട, കാരണം ക്യാമറയൊക്കെ ഒരുപാട് അഡ്വാൻസ്ഡായി. അങ്ങനെയാണ് ഇടയ്ക്ക് കുറച്ച് കളറിലേക്ക്, അതും കോളറിലൊക്കെ ഉള്ളൂ വന്നത്. അതൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. കാരണം അതുപോലെ യേശുദാസിനെ അനുകരിച്ചു എന്ന് വേണ്ട. പക്ഷേ ദൈവകൃപയാൽ ഞാൻ പറഞ്ഞു, എനിക്കത് ഒരു നന്മയായിട്ടേ തോന്നിയിട്ടുള്ളൂ. കാരണം മലയാളത്തിലെ അല്ല ഇന്ത്യയിൽ തന്നെ ഞാൻ നോക്കിയിട്ട് വോയിസ് കൺട്രോളും വോയിസ് ക്വാളിറ്റിയും ഉള്ള ഒരു സിംഗർ ഇദ്ദേഹമാണ്. കാരണം 3 സ്ഥായിലും അദ്ദേഹത്തിൻ്റെ ശബ്ദം വിന്യസിക്കാൻ കഴിയുന്ന ഒരു ഗായകൻ ഇദ്ദേഹം മാത്രമാണ്. കാരണം ഹാർമോണിയത്തിൽ 3 സ്ഥായിയാണ് നമുക്കുള്ളത്. അതായത് മധ്യസ്ഥായി, അതിൽ നിന്ന് ഇങ്ങോട്ട് പോയാൽ അതിൻ്റെ താഴത്തെ സ്ഥായി, പിന്നെ അപ്പർ സ്ഥായി, 3 സ്ഥായിയാണ്.
ഈ 3 സ്ഥായിലും അദ്ദേഹത്തിൻ്റെ ശബ്ദം നല്ല ക്ലിയറായിട്ട് കൊണ്ടുപോകുന്ന ഒരു ഗായകൻ ഇദ്ദേഹം മാത്രമേ ഉള്ളൂ. അത് ആ ഡെപ്തിൽ തന്നെ കിട്ടുകയും ചെയ്യും. താഴോട്ട് വരുമ്പോൾ കാറ്റാവത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തെ എനിക്ക് കൂടുതൽ ഇഷ്ടം. 2, ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ആൾക്കാർ തന്നെ പറയും, ഈ കളിയാക്കി പറയും, എന്നെയല്ല മൊത്തത്തിൽ പറയുക, എടാ നല്ല ഒരു പിന്നെ എന്താ പറയുക, മാസ്കുലിൻ അല്ലെങ്കിൽ ഒരു പുരുഷനാണെങ്കിൽ നല്ല ശബ്ദം വേണം, അല്ലെങ്കിൽ വെറുതെ മീശയും വെച്ച് നടന്നിട്ട് കാര്യമില്ല എന്ന് പറയുമായിരുന്നു. അപ്പോൾ ആ ഒരു ഡെപ്ത്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ഞാൻ പിന്നെ കൺട്രോൾ എൻ്റെ പ്രാക്ടീസ് കൊണ്ടുമൊക്കെ കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്തു, അത്രേ ഉള്ളൂ. അപ്പോൾ അത് ഒറിജിനലി എനിക്ക് ദൈവം തന്നിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ചെറിയ പ്രായം മുതൽ തന്നെ മറ്റുള്ളവരെ അപേക്ഷിച്ച് എൻ്റെ ശബ്ദത്തിന് ഒരു ഇച്ചിരി ഡെപ്ത് കൂടുതൽ തോന്നിയിട്ടുണ്ട്. അതിപ്പം ഫീമെയിൽ വോയിസിൽ പാടിയാലും ആ ഒരു ക്വാളിറ്റി, ഇപ്പം സുശീലാമ്മയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു കാര്യം അതാണ്, അവരുടെ ആ ശബ്ദത്തിനകത്ത് ശരിക്കും ഒരു ഫെമിനൈൻ വോയിസാണത്. സകലമാന വികാരങ്ങളും അതിനകത്തുണ്ട്. ഇപ്പം പൂന്തേനരുവി എന്ന് പുള്ളിക്കാരി പാടുമ്പോൾ അതിനകത്ത് സകലമാന ആ വികാരം വരും. അതേസമയം അത് മറ്റുള്ളവർ മോശക്കാരാണെന്നല്ല, വാണി ജയറാം പാടിയ കുറച്ചും കൂടെ ഷാർപ്പായിരിക്കും. ജാനകിയമ്മ പാടുമ്പോൾ അത് പിന്നെയും ഈ പറഞ്ഞ പോലെ. അപ്പോൾ അവർക്ക് പറ്റിയ പാട്ടുകൾ അവർ നന്നായിട്ട് ഗംഭീരമായിട്ട് പാടി വെച്ചിട്ടുമുണ്ട്.